അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. 250 ഗ്രാം ബീഫിൻ്റെ കീമയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, മിൻസ് മീറ്റ്. 250 നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു നാരങ്ങയുടെ നീര്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 ടേബിൾ സ്പൂൺ കടലമാവാണ്, പിന്നെ 1.5 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, പിന്നെ 1/2 കപ്പ് മല്ലിയില, പിന്നെ 2 ചെറിയ സവാള എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കണം, ചെറിയ പീസായിട്ട്. അതുപോലെ തന്നെ 2-3 പച്ചമുളക് എടുത്തിട്ട് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് 1 ടീസ്പൂൺ ജീരകം ക്രഷ് ചെയ്തതാണ്, 1 ടീസ്പൂൺ മല്ലി ക്രഷ് ചെയ്തതാണ്, 1 ടീസ്പൂൺ ചുവന്ന മുളക് ക്രഷ് ചെയ്തതാണ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെയാണ് നമുക്ക് കബാബ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് കീമയിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ട് എല്ലാതും നമുക്ക് കീമയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഒരു 4-5 മിനിറ്റ് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഉപ്പ്, പുളി, എരിവ് നിങ്ങളനുസരിച്ചിട്ട് കൂട്ടും കുറക്കും ചെയ്യുക ഇതിലേക്ക്. അപ്പോൾ ഞാൻ നന്നായിട്ട് 4-5 മിനിറ്റ് കുഴച്ച് കൊടുക്കണം. 4-5 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് കബാബിൻ്റെ ഷേപ്പ് കൊടുക്കാം. കുറച്ച് ഇത്ര പോകുന്ന ഒരു മിക്സ്ചർ കയ്യിലെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഉരുട്ടി കൊടുക്കാം. ആദ്യം ഇങ്ങനെ ഉരുട്ടി കഴിഞ്ഞാൽ ഇതിൻ്റെ എയറൊക്കെ കളയാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് നമുക്ക് ഇത് പിന്നെ ഒരു കബാബിൻ്റെ ഷേപ്പ് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു കബാബ് റെഡിയാണ്. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ഒക്കെ കബാബ് ഉണ്ടാക്കിയെടുക്കാം, ഷേപ്പാക്കിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ കബാബ് എല്ലാം ഉരുട്ടി റെഡിയാണ്. ഇനി നമുക്കിത് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ നന്നായിട്ട് മൂടിയിട്ട് അല്ലെങ്കിൽ കവർ ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിലേക്ക് ഒരു 1-1.5 മണിക്കൂർ, മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് 1.5 മണിക്കൂറിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് എണ്ണ ചൂടാക്കിയെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ എണ്ണ ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായ ഇതിലേക്ക് കബാബ് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 3-4 മിനിറ്റിന് ശേഷം നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒരു 3-4 മിനിറ്റ് നമുക്ക് ഈ സൈഡും ഫ്രൈ ചെയ്തെടുക്കാം. മറ്റേ ഭാഗവും 3-4 മിനിറ്റിന് ശേഷം വീണ്ടും നമുക്കിത് ഒന്ന് തിരിച്ചിടാം. ഇത് തിരിച്ചും മറിച്ചിട്ടും ഒരു 5-8 മിനിറ്റ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 8 മിനിറ്റെങ്കിലും നമുക്ക് മിനിമം ഇത് തിരിച്ചിട്ടും മറിച്ചിട്ടും സൈഡ് മാറ്റിയിട്ടും നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളിയായ ബീഫ് കബാബ് റെഡിയാണ്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള കബാബെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് കബാബ് റെഡിയാണ്. നല്ല ടേസ്റ്റിയാണ്, വളരെ സിമ്പിളുമാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യാം. ഇഫ്താറിനും റമദാനിനൊക്കെ പറ്റിയ ഡിഷാണ്, നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യുക, ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.